അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം നിസ്കരിക്കുന്ന സമയത്ത് അതിൽ അത്തഹിയാത്തിൽ അവസാനത്തെ ദുആ ഉണ്ടല്ലോ, അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ വിലപ്പെട്ട ഒരു ദുആയും കൂടിയാണ്. അതിൻ്റെ അവസാനത്തിലൊക്കെ ഉള്ള അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്നുള്ള ആ ദുആക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയും കൂടിയാണ്. അപ്പോൾ നമ്മൾ സാധാരണയൊക്കെ അത് നമ്മൾ ദുആ ചൊല്ലാറുണ്ട്. എങ്കിലും അതിൻ്റെ തുടക്കത്തിലുള്ള ഭാഗങ്ങൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അഥവാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിച്ചിട്ട് എന്ത് ചെയ്യില്ല, ദുആയിൽ പ്രശ്നമൊന്നും വരില്ല. എങ്കിലും ആ വാരിദായ ദുആ അതുപോലെ തന്നെ പഠിച്ചു വെക്കണമല്ലോ. അത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം. പിന്നെ ദുആ ഇപ്പോൾ അത്തഹിയാത്തിൽ ഇപ്പോൾ നമുക്ക് അത്തഹിയാത്തും അതേപോലെ തന്നെ സ്വലാത്തും ഇതാണ് നിർബന്ധമുള്ളത്. മറ്റത് സുന്നത്താണെങ്കിൽ നമ്മളൊക്കെ ഒഴിവാക്കാറില്ല. അത് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ചൊല്ലാറാണ്. അപ്പോൾ അത് ഇനി ഫർളാകട്ടെ സുന്നത്താകട്ടെ, സുന്നത്ത് നിസ്കാരമാകട്ടെ ഫർള് നിസ്കാരമാകട്ടെ, എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. നമ്മൾ ഫർള് എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതേപോലെ തന്നെയാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. നാം കൂടുതലായിട്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നാം ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടക്കത്തിലുള്ളത് നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹുമ്മ ഗ്ഫിർലി അടറായിന് തർക്കീക്ക് ചെയ്തുകൊണ്ട് പറയാം. നമുക്ക് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിലും എങ്കിലും കഴിവിൻ്റെ പരമാവധി ആ ഒരു നിയമം അക്ഷരങ്ങൾ ഏതായാലും ക്ലിയർ ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണം. അത്തഹിയാത്താകട്ടെ, അത് പരിശുദ്ധ ഖുർആൻ ആയാലും അത്തഹിയാത്തായാലും സ്വലാത്തായാലും ഒക്കെ അക്ഷരങ്ങൾ നാം ക്ലിയർ ആക്കണം. മറ്റുള്ള നിയമങ്ങൾ അത്ര കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അക്ഷരങ്ങൾ ക്ലിയറാക്കി പറയാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. اللهم اغفر لي ما قدمت وما أخرت وما أسررت. അവിടെ അസിറർത്തു എന്നുള്ളത് വമാ അസിറർത്തു വമാ അഅലൻതു വമാ അസ്റഫ്തു, അവിടെ അസ്റഫ്തു എന്നാണ് നേരത്തെ പറഞ്ഞത്, അസിറർത്തു എന്നുള്ള. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അപ്പോൾ അക്ഷരങ്ങൾ ഇങ്ങനെ ക്ലിയർ ആക്കുക. ഇനി പല തവണ നാം ആവർത്തിച്ച് കേട്ടാൽ തന്നെ കുറേയൊക്കെ എന്ത് ചെയ്യും, അത് ക്ലിയർ ആവും. അപ്പോൾ അതെന്ത് ചെയ്യുക, കൂടുതലായിട്ട് കേൾക്കുകയും കൂടുതലായിട്ട് പറഞ്ഞ് ശീലിക്കുകയും ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും അത് നമ്മുടെ ഖൽബിൽ നിന്ന് അത് മാറാതെ എന്നും നിലനിൽക്കുകയും ചെയ്യും. കാരണം നമുക്ക് നിസ്കരിക്കുന്നവരാണല്ലോ. അപ്പോൾ ദിവസവും നിസ്കരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഫർള് നിസ്കാരത്തിൽ 5 തവണയെങ്കിലും പറയുന്നുണ്ടല്ലോ. ബാക്കി സുന്നത്തിലൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അത് ഒരിക്കലും തന്നെ മായാതെ നമ്മുടെ ഖൽബിൽ അത് നിലനിൽക്കും. അതിനെന്ത് ചെയ്യണം, അത് പറയുന്നത് അക്ഷരങ്ങളൊക്കെ ക്ലിയറാക്കി തന്നെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അക്ഷരം നമ്മളൊക്കെ ഒരു പക്ഷേ ചെറുപ്പത്തിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അത് ആ ഒരു രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോയിരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റം വരുത്തുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഇൻഷാ അല്ലാഹ് അപ്പം എന്ത് ചെയ്യുക, കൂടെ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം തന്നെ കേട്ടാൽ തന്നെ നമ്മുടെ അത്തഹിയാത്തൊക്കെ ക്ലിയർ ആകും ഇൻഷാ അല്ലാഹ്. മുന്നേയുള്ള ക്ലാസ് ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് ഉണ്ടല്ലോ, അത്തഹിയാത്തുണ്ട്, സ്വലാത്തുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെറിയ സൂറത്തുകളും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പതിവായിട്ട് ഓതുന്ന സൂറത്തുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت
وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال